എൻ്റെ പേര് അജയ് തറയിൽ. ഞാൻ KPCC പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി മെമ്പറാണ്. ഇന്ത്യൻ നാഷണൽ അംഗനവാടി എംപ്ലോയീസ് ഫെഡറേഷൻ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇത് അഡ്വക്കേറ്റ് റീസ് പുത്തൻവീട്ടിൽ സംഘടനയുടെ സെക്രട്ടറിയാണ്. ഇത് NS ബിന്ദു, അത് കൃഷ്ണകുമാരി സംഘടനയുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളാണ്. ഒരു മന്ദമാരുതനായി തുടങ്ങി ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുന്ന രൂപത്തിലാണ് അംഗനവാടി ജീവനക്കാരുടെ അവകാശ സമരം മാറിക്കൊണ്ടിരിക്കുന്നത്. 10 ദിവസക്കാലം ആയി ഓരോ ദിവസവും 24 മണിക്കൂർ ഈ രാപ്പകൽ സമരത്തിൽ പങ്കെടുക്കുന്ന കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളെ അംഗനവാടി ജീവനക്കാർ, ഏതാണ്ട് 5000-ഓളം അംഗനവാടി ജീവനക്കാർ ഇതിനകം സെക്രട്ടേറിയറ്റ് നടയിൽ വന്ന് ഈ രാപ്പകൽ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്നു എന്നതാണ് എനിക്ക് ഏറ്റവും ആവേശകരമായി ഇവിടെ പറയാനുള്ള കാര്യം. എല്ലാ ദിവസവും വലിയ ആവേശമാണ്. ഞങ്ങൾ കേരളത്തിലെ ഗവൺമെന്റിന് മുന്നിൽ, മന്ത്രിക്ക് മുന്നിൽ 10 ആവശ്യങ്ങൾ അടങ്ങിയ ഒരു നിവേദനം കുറെ ദിവസങ്ങൾക്ക് മുമ്പ് കൊടുക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 14-ാം തീയതി മന്ത്രി ഞങ്ങളുടെ ഒരു കോൺഫറൻസ് വിളിച്ചു. ആ കോൺഫറൻസിൽ വെച്ച് ഞങ്ങൾ ഉന്നയിച്ച അംഗനവാടി ജീവനക്കാരുടെ മൗലികമായ യാതൊരു ആവശ്യവും അംഗീകരിച്ചു തരാൻ തയ്യാറായില്ല. അവിടെ വെച്ച് ഞങ്ങളെല്ലാം പങ്കെടുത്ത ആളുകളാണ്. അതിൻ്റെ ഒരു മിനിറ്റ്സുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിയമസഭയിൽ പ്രതിപക്ഷം MLA ആയ നമ്മുടെ കാന്തപുരം അവതരിപ്പിച്ച പ്രമേയം, അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് സംസ്ഥാന കയർ വ്യവസായ വകുപ്പ് മന്ത്രി ഇത് തീർന്നതാണല്ലോ, ഇത് ചർച്ച ചെയ്താണല്ലോ, മിനിറ്റ്സ് ഉണ്ടല്ലോ. ആ മിനിറ്റ്സിന്റെ കോപ്പി ഞാൻ ഇവിടെ വിതരണം ചെയ്ത് കഴിഞ്ഞു. ആ മിനിറ്റ്സിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും മറുപടിയില്ല. വേറെ എന്തൊക്കെയോ കാര്യത്തെക്കുറിച്ചോ തീരുമാനമാണ്. ഒരു സമരം എന്ന് പറയുമ്പോൾ ആ സമരത്തിന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിലേക്ക് കടന്നു പോയിട്ടില്ല. ഒന്ന്, നമ്മൾ 21,000 രൂപ മിനിമം വേജസ് വേണം. അത് സുപ്രീം കോടതി വിധിയുള്ളതാണ്, കേരള ഹൈക്കോടതി വിധിയുള്ളതാണ്. മിനിമം വേജസ് കൊടുക്കണമെന്ന് 26,000 രൂപയാണ് വരേണ്ടത്. പക്ഷെ ഞങ്ങൾ 21,000 രൂപയാണ് ചോദിക്കുന്നത്. അത് മാത്രമല്ല, അംഗനവാടി ജീവനക്കാരെ സംസ്ഥാനത്തെ ജീവനക്കാരായി ക്ലാസ് 4 ജീവനക്കാരായിട്ടെങ്കിലും അംഗീകരിക്കണമെന്ന് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഞാൻ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു. ദേവസ്വം ബോർഡിൽ ജീവനക്കാർ ഭൂരിപക്ഷം 4000-ഓളം വരുന്ന ജീവനക്കാർ സ്ഥിരം ജീവനക്കാരല്ല. അവരെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് ചെയ്ത ഒരു ദേവസ്വം ബോർഡിന്റെ ആക്ട് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ആക്ട് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ 66,100 അംഗനവാടി ജീവനക്കാരെ ഗവൺമെന്റ് ജീവനക്കാരായി മാറ്റാൻ വേണ്ടി ഗവൺമെന്റ് ഒരു ക്യാബിനറ്റ് ഡിസിഷൻ മാത്രം മതി. അപ്പോൾ അതിന് സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ 3 ഗഡുക്കളായിട്ടാണ് അംഗനവാടി ജീവനക്കാർ ശമ്പളം കൊടുക്കുന്നത്. മന്ത്രി അതിനെ ന്യായീകരിക്കുകയാണ്. 2016-ൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇറങ്ങുന്നത് വരെ അംഗനവാടി ജീവനക്കാർക്ക് ഒന്നിച്ചാണ് ശമ്പളമല്ല, ഹോണററി ഒന്നിച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് അദ്ദേഹത്തെ വന്ന ശേഷം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നടപ്പാക്കിയ 6,500 അത് വർദ്ധിപ്പിച്ചപ്പോൾ അത് മുഴച്ചു കാണിക്കാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു വിഹിതം, കേന്ദ്ര ഗവൺമെന്റ് മറ്റൊരു വിഹിതം, LSCയുടെ മറ്റൊരു വിഹിതം. അതിന് യാതൊരു ആവശ്യവുമില്ല. 2016 വരെ ഒന്നിച്ചു കൊടുത്തിരുന്നതാണ്. അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് നിയമ തടസ്സമുണ്ട് എന്ന് പറയും. അതുപോലെ അംഗനവാടി ക്ഷേമനിധി ബോർഡിൽ 500 രൂപ ഒരു മാസം അംഗനവാടി വർക്കറെ ടീച്ചർമാരെ വാങ്ങുന്നു. 250 രൂപ അംഗനവാടി ഹെൽപ്പറിൽ നിന്ന് വാങ്ങുന്നു. ഗവൺമെന്റ് 20% പൈസ നടക്കുന്നത് ലോകത്ത് ആരും കേൾക്കുന്നില്ല. അംശാദായ വിഹിതം എന്ന് പറയുന്നത് 50-50 ഈക്വൽ ആയിട്ട് കൊടുക്കണം. അതിന് തയ്യാറല്ല. അപ്പോൾ ആ അംശാദായം വർദ്ധിപ്പിച്ച് ഗവൺമെന്റ് സർക്കാർ ജീവനക്കാരുടെ അതേ വിഹിതം തന്നെ കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിന് ആക്ട് ആൻഡ് റൂൾസ് മാറ്റണമെന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് 2011-ലും 2006-ലും ഒക്കെ അങ്ങനെയാണ് 50-50 കൊടുത്തുകൊണ്ടിരുന്നത്. ഇവർ പറയുന്ന ആക്ട് ആൻഡ് റൂൾസ് മാറണം എന്ന് പറഞ്ഞു.
അതുപോലെ നിരവധി കാലം അംഗനവാടി ജീവനക്കാർക്ക് യാതൊരുവിധ ഹെൽത്ത് സ്കീമുകളുമില്ല. ഈ രാജ്യത്തെ എല്ലാ ഹെൽത്ത് സ്കീമുകളും ഉണ്ട്, അംഗനവാടി ജീവനക്കാർക്ക് ഹെൽത്ത് സ്കീമില്ല. അംഗനവാടി നടത്തിക്കൊണ്ടുപോകുന്ന ഈ പാവപ്പെട്ട അധ്യാപകരാണ്, ഈ വർക്കർമാരാണ്. പഴം, പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ, ഗ്യാസിന്റെ വാടക, ഇലക്ട്രിസിറ്റി വാടക, ഇതുപോലെ എല്ലാം ഇവര് പാല്, മുട്ട, ഇതെല്ലാം ഇവർ വാങ്ങി പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കണം. 2-3 മാസം കഴിയുമ്പോഴാണ് അതിന്റെ പൈസ കൊടുക്കുന്നത്. അപ്പോൾ ചിലർ പറയും GST ബില്ലുണ്ടെങ്കിലേ പൈസ തരത്തുള്ളൂ എന്ന്. അങ്ങനെയുള്ള പീഡനങ്ങൾ, പ്രയാസങ്ങളൊക്കെയാണ് അംഗനവാടി ജീവനക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 2019 ഞങ്ങൾക്ക് തന്ന ക്യാഷ് ഫോണാണ്. പോഷൻ ട്രാക്കർ എന്ന പേരിൽ അംഗൻവാടി ജീവനക്കാരുടെ സകല പ്രവർത്തനങ്ങളും നടത്തേണ്ട ഫോണാണിത്. ഈ ഫോണ് 2019 തന്ന് ഏകദേശം 1 വർഷത്തോളം ഇതിന് ചാർജ് ചെയ്തു. പക്ഷേ ഇത് യാതൊരു വിധത്തിലുള്ള അനക്കവും ഇല്ലാത്ത ഒരു ഫോണാണിത്. ഇതിൻ്റെ സോളോ എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഈ കമ്പനിയുടെ പേര് ഒരു മൊബൈൽ ഷോപ്പിൽ കൊടുത്താലും ഇതൊന്ന് നന്നാക്കി കിട്ടാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ പോയാൽ മാറ്റാനോ ഇതിൻ്റെ ബാറ്ററി പോയാലോ ഒന്നും ഒരു മൊബൈൽ ഷോപ്പുകാർക്ക് പോലും അറിയില്ലാത്ത ഒരു കമ്പനിയാണ് ഇത് സോളോ എന്ന് പറയുന്നത്. ഇതിനകത്താണ് ഇപ്പോൾ അംഗൻവാടിക്കാരുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തേണ്ട ഫോൺ ഇതാണ്. ഈ ഫോണിൽ ഒരു കാര്യങ്ങളും നടക്കില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഫോണിൽ, നമ്മളുടെ സ്വന്തം പേഴ്സണൽ ഫോണിൽ ആ ആപ്പ് നിർബന്ധമായും കയറ്റി ഞങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് സാലറി തരികയുള്ളൂ, ഇൻസെൻറ്റീവ് തരികയുള്ളൂ. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് ഇവർ ഞങ്ങളെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനിലാണ്. രാവിലെ 9:30 അംഗൻവാടി തുറക്കുന്നത് മുതൽ വൈകുന്നേരം 5 മണി വരെ ഹൗസ് വിസിറ്റ് വരെ നമ്മൾ രേഖപ്പെടുത്തേണ്ട ഫോണാണിത്. ഈ ഫോണിൽ ഞങ്ങൾക്ക് ഒരു കാര്യം ഇപ്പോൾ ഇത് ചാർജ് ചെയ്യുന്നുമില്ല. നേരത്തെ ഒരിടയ്ക്ക് ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഫോണിൽ നിന്ന് ചാർജ് എടുത്ത് ഞങ്ങൾ പേഴ്സണൽ ഫോണിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ചാർജ് ചെയ്യുന്നില്ല. കാരണം ഇതിന് അനക്കമില്ല. ഈ ഫോണിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള അനക്കവുമില്ല. 2019 ഇതിനൊരു ട്രെയിനിങ് ഒക്കെ തന്ന് ആഘോഷമായിട്ട് ഞങ്ങൾക്ക് തന്ന ഫോണാണിത്. 4-5 ദിവസം മലപ്പുറത്ത് ട്രെയിനിങ് ഒക്കെ തന്ന് ഒത്തിരി പൈസ ഇതിന് വേണ്ടിയിട്ട് മുടക്കി, വളരെയധികം തുക മുടക്കിയിട്ട് ഞങ്ങൾക്ക് തന്നതാണ് ഈ ഫോണ്. അംഗൻവാടിൻ്റെ അവസാനത്തെ പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞ് തന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇത് അവസാനത്തെ പ്രതീക്ഷ ഞങ്ങൾക്ക് തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു വേതനം 21,000 രൂപയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആ വേതനം ഞങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്തിരിയുള്ളൂ. അതുവരെ ഞങ്ങൾ ശക്തമായി തന്നെ ഈ സമരം മുമ്പോട്ട് കൊണ്ടുപോകും. ഞങ്ങളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണം. അതുപോലെ തന്നെ ക്ഷേമനിധിയിലെ 500-ഉം 250 രൂപയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഓരോ മാസവും ഞങ്ങൾക്കത് കുറച്ചാണ് ഞങ്ങൾക്ക് പൈസ തരുന്നത്. ക്ഷേമനിധി ബോർഡിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ എല്ലാ മാസവും പൈസ അടയ്ക്കുന്നുണ്ടോ എന്നുള്ളൊരു മറുചോദ്യമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എല്ലാ മാസവും ഞങ്ങളുടെ പൈസ അവർ എടുത്തിട്ട് ബാക്കിയാണ് 12,500 രൂപയാണ് ഞങ്ങൾക്ക് തരുന്നത്. ആ തുക ഞങ്ങളുടെ കയ്യിലേക്ക് പോലും വരുന്നില്ല. അവർ തന്നെ നേരിട്ട് അടയ്ക്കുന്ന പൈസയാണ്. ആ പൈസ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ആർക്കും ഉത്തരവില്ല. ഇപ്പോൾ 10 കോടി അനുവദിച്ചു എന്ന് പറയുന്നുണ്ട്. 33,117 അംഗൻവാടികളുണ്ട് കേരളത്തിലാകെ. അതിൽ 3,117 അംഗൻവാടികൾ പോയാൽ തന്നെ 33,000 അംഗൻവാടിയിൽ ഒരു മാസം ഒരു സെൻട്രലിൽ നിന്ന് 750 രൂപ വെച്ച് പിടിച്ചാൽ എത്ര രൂപ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ക് നോക്കിയാൽ അറിയാം. ആ തുക മതി ഞങ്ങൾക്ക് പെൻഷനും ബാക്കിയുള്ള കാര്യങ്ങളും തരാൻ. ആ തുക മാത്രം മതി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 100 രൂപ ഞങ്ങളോട് ക്ഷേമനിധി പിടിക്കുമ്പോൾ 100 രൂപയായിരുന്നു ഞങ്ങൾക്ക് സർക്കാർ വിഹിതം അടച്ചിരുന്നത്. ആദ്യത്തെ പിണറായി സർക്കാർ കയറിയപ്പോൾ അത് 50 രൂപ, ആ 50% ഉടനെ തന്നെ മാറ്റി. ഇപ്പോൾ രണ്ടാമത്തെ ഭരണകാലത്ത് അത് 20 രൂപയാക്കി മാറ്റി. ആ 20% ആ 20% പോലും ഞങ്ങൾ എന്നാണോ പെൻഷനായി റിട്ടയർ ആകുന്നത് ആ സമയത്ത് മാത്രമാണ് അവർ ആ പൈസ തരുന്നത്. ആ റിട്ടയർമെൻറ്റ് ആനുകൂല്യം പോലും അവർ ഇപ്പോൾ 2023 പിരിഞ്ഞ ആ ആൾക്കാർക്ക് പോലും ഇതുവരെ ആ റിട്ടയർമെൻറ്റ് ആനുകൂല്യം കൊടുത്തിട്ടില്ല. അത് 75,000 രൂപ, മാക്സിമം 75,000 രൂപയൊക്കെ ഉണ്ടാകുള്ളൂ ഒരാൾക്ക്. ആ തുക തന്നെ കൊടുക്കുന്നത് ഒറ്റ ഗഡുവായിട്ടല്ല, അത് തന്നെ 4ഉം 5ഉം ഗഡുക്കളായിക്കോട്ടെ. അതിനകത്ത് ഒരു ഗഡു 1,500 രൂപയൊക്കെ കിട്ടിയ ആൾക്കാരുണ്ട്. ഈ തുച്ഛമായ വരുമാനത്തിന് ജോലി ചെയ്ത് ജീവിതം മുഴുവനും അംഗൻവാടിക്കും നാട്ടുകാർക്കും വേണ്ടി മുഴുവനും ജനങ്ങൾക്ക് വേണ്ടി സേവനം എന്നൊരു പേരിൽ, ഓമന പേരിൽ ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഞങ്ങൾ ഹോമിച്ചു കഴിഞ്ഞാലും തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ മക്കൾക്കും വേണ്ട, ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം അന്നേരം അവരുടെ കയ്യിൽ ഒരു പൈസയില്ല. 12,000 രൂപയാണെങ്കിലും കിട്ടുന്ന പൈസ കഴിഞ്ഞിറങ്ങിയാൽ പിന്നീട് ഒരു തുകയും ഇവരുടെ കയ്യിൽ നീക്ക് ബാക്കിയില്ല. ആ ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്.